Assalamualaikum, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ചെടിച്ചട്ടിയുടെ ഒരു വീഡിയോ ആണ്. നമ്മൾ മുൻപ് ചാക്ക് വെച്ചിട്ടൊരു ചെടിച്ചട്ടി ഇട്ടിരുന്നു. ഈ ഒരു ചെടിച്ചട്ടി നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിലെ പഴയ ടർക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഉപയോഗിക്കാത്തൊരു ടർക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ടർക്കിയാണുള്ളത്. അപ്പോൾ നമുക്കിത് രണ്ടായിട്ടൊന്ന് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഈക്വൽ പീസസ് ആക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചാക്ക് വെച്ച് ഉണ്ടാക്കിയ അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടർക്കി വെച്ചിട്ടുണ്ടാക്കുമ്പോഴും കിട്ടും. നമുക്ക് പല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടേതായ രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഈക്വൽ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഏത് ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പീസസ് ആക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് ആ ഷേപ്പാക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ കോർണറൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഒരേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഒപ്പാക്കി കൊടുക്കുക. നമ്മൾ രണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഈ ഒരു ബക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബക്കറ്റിൻ്റെ മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക് കവർ ഇങ്ങോട്ട് ചുറ്റിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ടർക്കി ഇടുന്നത്. നമ്മൾ ഏകദേശം ഈ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ ഒരു ചെടിച്ചട്ടി ഉദ്ദേശിക്കുന്നത്. ഒരു ചെടിച്ചട്ടി നമ്മൾ ഈ ഒരു ബേസിൻ്റെ മുകളിലായിട്ട് ഇടുകയാണ്. അപ്പം നന്നായിട്ട് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കവറൊക്കെ. അതിങ്ങനെ ഒരു ബക്കറ്റിൻ്റെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമെൻറ്റ് എടുക്കുന്നുണ്ട്. സിമെൻറ്റ് ഒരു കപ്പ് സിമെൻറ്റിന് 1/2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര സിമെൻറ്റ് വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പം നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ഹോൾ ഇടുന്നുണ്ട്. ഇനി നമ്മളിത് വെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സിമെൻറ്റിൽ അങ്ങോട്ട് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ അത് മുക്കിയെടുക്കുക. ഫുള്ളായിട്ട് വെറ്റായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് മുക്കിയെടുക്കണം. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ലീഫിൻ്റെ രീതിയിൽ നമ്മളൊരു ഇലകൾ എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പാണ് ഇവിടെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ വേറൊരു ഷേപ്പാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നമ്മൾ മറ്റേതിൻ്റെ ബാക്കി വന്ന പീസസ് നന്നായിട്ട് ഇതിലും ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചട്ടിക്ക് നന്നായിട്ട് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഇത് കുറച്ച് പരന്നതായിട്ടാണല്ലോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്വേഷൻസ് എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തുണികളിങ്ങനെ പരത്തിട്ട് കൊടുക്കുമ്പോൾ ചട്ടി ഒന്നുകൂടി കട്ടിയായിട്ട് തോന്നും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഡിപ്പാക്കി എടുക്കാം. എന്നിട്ട് ഒന്നങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഈ ബേസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഇതും അതേപോലെ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഫുള്ളി ലെയറായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യണത്. ചെറിയ ചെറിയ ലെയേഴ്സ് താഴെ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിയുന്ന പോലൊക്കെ രീതിയിലുള്ള ലെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം ആയി കഴിയുമ്പോഴത്തേനും ഇതൊന്നും ഉറപ്പായിട്ട് വരും, പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ടത് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെടിച്ചട്ടിക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും നല്ലതായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കോട്ട് കൂടി ഇത് ഇട്ട് കൊടുക്കണം. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നന്നായിട്ട് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 ചെടിച്ചട്ടിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ബക്കറ്റ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വെച്ചിരുന്നത് ആ വലിയ ബക്കറ്റാണ്, അതും മാറ്റുക. ഈ ഒരു ചെടിച്ചട്ടിയുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ബേസിന് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ചെടിച്ചട്ടി നന്നായിട്ട് ഉറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ടർക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവുക കൂടിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് സിമെൻറ്റിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം സിമെൻറ്റിൻ്റെ കോട്ടിങ് കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ ചട്ടി നല്ല ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം ആ ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് ഞെറിഞ്ഞിട്ടൊക്കെ കൊടുക്കുക. ഇത് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ വെക്കണം. അപ്പോൾ നന്നായിട്ട് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് സിമൻ്റാണ്. ഫസ്റ്റ് കോട്ടിങ്ങായിട്ട് കൊടുക്കുക നമ്മൾ വൈറ്റ് സിമൻ്റാണ് കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ പുറത്തും അകത്തൊക്കെ നന്നായിട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിവിടെ കളറ് കൊടുക്കുന്നത്. അപ്പോൾ റെഡ് കോട്ടിങ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പെയിൻറ്റും ടെർപ്പൻറ്റൈനും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മളിതിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റെഡ് കളറല്ല കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ചെടിച്ചട്ടി ഇവിടെ റെഡിയായി.
നമുക്കതും കൂടി കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ കെട്ടിയിട്ട് എടുത്ത് വയ്ക്കുന്ന വല്ല ടർക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ടത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ കളറ് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ റെഡ് കളറാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചെടിച്ചട്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടർക്കി വെച്ചിട്ടാണെന്ന് ആരും പറയൂല. നമുക്ക് ചിലവ് കുറച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പുറത്തുനിന്നും പോകാത്തതിന് നമുക്ക് നല്ല ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മണ്ണ് നിറച്ചിട്ട് നമ്മുടെ കയ്യിൽ ഏതാണോ ചെടിച്ചെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് അറിയിക്കാം.